സഭകളോടുള്ള ദൂതെന്ന ഈ ആത്മീയ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ സാധാരണയായി ആളുകൾ ചെയ്യാത്തതായ ഒരു കൃഷിയുണ്ട്. എന്നാൽ ഇന്ന് പല ഭവനങ്ങളിലും ചെയ്യുവാൻ പരിശ്രമിക്കുന്ന കൃഷിയാണ് മുന്തിരി കൃഷി. മുന്തിരി കൃഷിയുമായി ബന്ധപ്പെട്ട് കർത്താവായ യേശു മനോഹരമായ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 33 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളവിടെ കാണുന്നു. ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, ചുറ്റും വേലി കെട്ടി, അതിൽ ചക്ക് കുഴിച്ചു നാട്ടി, അതിൻ്റെ സംരക്ഷണത്തിനായി ഒരു ഗോപുരം പണിത് കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ച് ദൂരദേശത്ത് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഈ ഉപമയുടെ അർത്ഥം ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് പരിചിതമാണല്ലോ. എന്നാൽ വ്യത്യസ്തമായൊരു ദൂത് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ സഭകളുമായുള്ള ബന്ധത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അന്ന് ദൈവത്തിൻ്റെ സഭയായ ഇസ്രായേൽ ജനത്തെ കാക്കുവാൻ ഏൽപ്പിച്ചിരുന്നവർ അത് ചെയ്യാത്തത് കൊണ്ട് അവർ ദൈവം അയച്ച പ്രവാചകന്മാരെ കൊല്ലുകയും അടിക്കുകയും പരിഹസിക്കുകയും തൻ്റെ പ്രിയപുത്രനെ ഒടുവിൽ കൊല്ലുകയും ഒക്കെ ചെയ്ത് നമുക്കറിയാം. അത് നിമിത്തം ആ ഭാഗത്ത് ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ എന്ത് ചെയ്യും? മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ ആ കുടിയാന്മാരെ നിഗ്രഹിച്ച് തോട്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കും. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഇന്ന് ഈ തോട്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന അനുഭവം നമ്മിൽ വന്നു നിൽക്കുകയാണ്. ദൈവം തൻ്റെ സഭയെ അതിനെ പരിപാലിക്കുന്നവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അർത്ഥം, സഭ പരിപാലിക്കുന്ന പലരുടെയും കരങ്ങളിൽ ദൈവം അത് ഏൽപ്പിച്ചിരിക്കുകയാണ്. പാസ്റ്റേഴ്സിൻ്റെ കരങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചില ദേവദാസന്മാരുടെ കരങ്ങളിൽ ദൈവം തൻ്റെ സഭയെ തക്ക സമയത്ത് ഫലം കൊടുക്കേണ്ടതിന് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഭയുടെ നാഥൻ കർത്താവാണ്. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ പാസ്റ്ററല്ല, അല്ലെങ്കിൽ മറ്റൊരു ദൈവദാസനല്ല. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ ദൈവമാണ്. അതായത് നമ്മുടെ ആരുടെയും വകയല്ല സഭ. എന്നാൽ അതിനെ പരിപാലിക്കുവാൻ ഉടയവനായ ദൈവം നമ്മുടെ കരങ്ങളിൽ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. ഈ ഉപമയുമായുള്ള ബന്ധത്തിൽ ഒരുപക്ഷെ ചില സീരീസുകളായി നിങ്ങളോട് ചില സന്ദേശങ്ങൾ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവദാസന്മാരെ, നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന സഭ, അതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സഭയിൽ വരുന്ന പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പലപ്പോഴും ദൈവദാസന്മാർ ഒത്തിരി ഭാരപ്പെടാറുണ്ട്, വിഷമിക്കാറുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതിൻ്റെ ഉടമസ്ഥൻ ഇതിനെ കൈകാര്യം ചെയ്യുവാൻ വിശ്വസ്തനാണ്. ഉടമസ്ഥൻ സഭയുമായുള്ള ബന്ധത്തിൽ ഉയരുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള ജ്ഞാനം നിശ്ചയമായി നിങ്ങൾക്ക് നൽകും. അതിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട, തളർന്നു പോകേണ്ട. എന്തൊരു ഭാരം വന്നാലും, ഒരുപക്ഷെ ചിലർ സഭ വിട്ടു പോയെന്ന് വരാം, ചില പിണക്കങ്ങൾ ഉണ്ടായെന്ന് വരാം, മറ്റു ചില പ്രതിസന്ധികൾ ഉണ്ടായെന്ന് വരാം. എന്നാൽ അത്തരത്തിലൊക്കെ ആയിരിക്കുന്ന കർത്തദാസന്മാർക്ക് വേണ്ടി ഞാൻ പറയട്ടെ, നിങ്ങൾ ഭാരപ്പെടരുത്. നിശ്ചയമായും ഇതിൻ്റെ ഉടയവൻ പ്രവർത്തിക്കുന്നു. ഉടയവൻ നിശ്ചയമായും ഇതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സഭകളിലേക്ക് ജനത്തെ കൊണ്ടുവരുവാൻ ഉടമസ്ഥൻ വിശ്വസ്തൻ. തക്ക സമയത്ത് ഇതിലേക്ക് കൊണ്ടുവരേണ്ടുന്നവരെ, സഭയിലേക്ക് നയിക്കേണ്ടുന്നവരെ ഉടമസ്ഥനായ ദൈവം കൊണ്ടുവരും. കൊയ്ത്തിൻ്റെ യജമാനൻ നിശ്ചയമായി വലിയൊരു കൊയ്ത്ത് നിങ്ങൾക്ക് തരും. അത് വിശ്വസിക്കുക, ഏറ്റെടുക്കുക, ഭാരപ്പെടാതെ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. ദൈവം നിങ്ങളെ ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ സഭകൾ വർധനവിലേക്ക് വരുവാനിടയായിത്തീരും. കാരണം സഭ ദൈവത്തിൻ്റേതാണ്. അവിടെ നിശ്ചയമായി തൻ്റെ സഭയെ വർദ്ധിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. ഗോഡ് ബ്ലസ് യു.